പേടിച്ചോ? പിന്നെ പേടിക്കാതിരിക്കുവോ? ഞാൻ വിചാരിച്ചു വല്ല എക്സൈസുകാരും ആയിരിക്കും. അതെന്താ എക്സൈസുകാർ വന്ന ഉടനെ കെട്ടിപ്പിടിക്കുക? നല്ല കത്തുന്ന സാധന. തൊട്ടുകൂട്ടാന്നില്ലേ? കണ്ണോടിച്ചോണ്ടൊക്കെ വീശുന്നു. കാള ചത്തോണ്ട് സുഖായല്ലേ? ഓ, അച്ഛൻ കാളെ നോക്കി പോയിരിക്കുക. കിട്ടാഞ്ഞാ മതിയായിരുന്നു. ആരെങ്കിലും കാണും? ഇവിടെ ആര് വരാനാ? ആ കുഞ്ഞിപ്പോ പാത്തും പതിയും നടക്കണുണ്ടാവും. അവൻ പോട്ടെ. കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ അനിയൻ ചക്കൻ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. എന്തിനാ? ചക്ക ആട്ടാൻ, അല്ലാണ്ട് എന്തിനാ? അപ്പൊ കാളെ കൊണ്ടുവന്നോ? ഓലഞ്ഞു. പോട്ടെ. ഓ ശരി ശരി ശരി. അവന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ അടിച്ചു മാറ്റി നീ. അതുകൊണ്ടാ അവൻ എന്റെ അടിച്ചു മാറ്റിയതാ. എന്നാലേ ഈ ചീട്ടും കൂടി വെച്ചോ നീ. കാശില്ലാണ്ട് ഞാൻ ചെയ്യാനാ? ഇവിടെ തീ ഉദിക്കാതാ നല്ലത്. എന്റെ പൊന്നില്ലല്ലേ, ഒരു 10 രൂപയെങ്കിലും എന്താ? ഏത് നേരത്താണ് ഇങ്ങനെ ഒരിടത്തിൽ കിട്ടിയത്? നിന്റെ അച്ഛൻ എന്നെ കണ്ടെന്ന്. ആയില്ലേ? ഒരു കുഞ്ഞ് വേണമെന്നില്ലടാ നിനക്ക്? നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ മക്കളുടെ കയ്യും പിടിച്ച് നടക്കുന്നത് നീ കാണുന്നില്ലേ? നിനക്ക് അതിനുള്ള കൊതിയൊന്നും ഇല്ലേ? എനിക്കൊരു കൊതിയില്ല. മൂത്ത് നരച്ച് പറഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മടുത്ത്. അച്ഛനും അമ്മയും എപ്പോഴും ഉണ്ടാവില്ല, അത് മറക്കണ്ട. ആ വേലുക്കുട്ടി മാഷ് പറയാ അങ്ങേര് കല്യാണം കഴിക്കാഞ്ഞ് തെറ്റായി. വയസ്സാങ്കാലത്ത് അത് ഓർത്തിട്ട് എന്താ കാര്യം? ഞാൻ നിനക്കൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട. ആട്ടിച്ചൻ മുഴുവനും കേട്ടില്ല, അതിന് മുമ്പേ തുടങ്ങി മുടക്കം. കണ്ടാ നിനക്ക് ഇഷ്ടമാകും. നല്ല ഭംഗിയുള്ള കുട്ടിയാ, ഒറ്റ മോളാ. പ്രായം ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. അത് കാര്യമാക്കണ്ട. ഞാനും നിന്റെ അമ്മയായിട്ട് 10-15 വയസ്സിന്റെ വ്യത്യാസമില്ലേ? ഞാൻ പോയി ആലോചിക്കട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ കഴിഞ്ഞിട്ട് വേണം നടരാജന്റെ നടത്താൻ. മൂത്തവൻ നിൽക്കുമ്പോ സാരമില്ല. അച്ഛൻ കണ്ടുവച്ച പെണ്ണെ അവനെ കൊണ്ട് കെട്ടിക്ക്. ഇതാര്? കൊറേ നാളായല്ലോ വന്നിട്ട്. ഇവിടെയൊക്കെ മറന്നോ? അമ്മാവിന്റെ മോള് പറ്റൂ. അതെയോ? അവിടെ ആയിരുന്നു കുറച്ചു ദിവസം. അപ്പൊ പേര് നോക്കാൻ പോയതാ? എന്തായാലും ആളൊന്നും മിനുങ്ങിയിട്ടുണ്ടേ. എണ്ണ. എന്തിനാ 200 ആക്കുന്നത്? നിറച്ചാവാലോ. അപ്പുറം ഇപ്പുറം നോക്കാൻ ശരിക്കാ കുടുക്ക് വെക്കാൻ നോക്കടാ. അവന്റെ ഒരു ഇളക്കം. പൈസ നാളെ തരാം. അതിന് ചോദിച്ചില്ലല്ലോ. നിന്നേ. പോകുമ്പോ തിന്നോ.
തൊടാൻ വയ്യ. ഇത്ര ലൂസാക്കണം. ഇവിടെ പുതിയതിന് അടിക്കാൻ നേരില്ല. അപ്പോഴാ എന്റെ പൊന്നു ഗോവിന്ദേട്ടനല്ലേ, നാളെ എനിക്കൊരു കല്യാണത്തിന് ഇട്ടോണ്ട് പോകാനുള്ളതാ. അതെ, നിന്റെ കൊഞ്ചലും കോയിലും ഒക്കെ അവിടെ മതി, ഇവിടെ വേണ്ട. ഒരക്ഷരമെങ്കിലും വായിക്കാൻ മുമ്പ് ഉറക്കും. അതെങ്ങനാ? നേരെ ഇരുട്ടേണ്ട താമസം ചോറ് വിളമ്പ് മുമ്പ് വെച്ച് കൊടുക്കും. അടുക്കളയിൽ വന്ന് വിശക്കുന്നു പറഞ്ഞാ പിന്നെ മതി, വിസ്തരിക്കണ്ട. അക്ഷരമൊന്നും ഇല്ലേ? കുറവാ. എപ്പോ വന്നു? കൊറേ നേരമായി. നീ ഉറങ്ങുന്നതാണ് നല്ല ശീല്. ദാ, ഇപ്പൊ ആട്ടിയതാ, ചൂടറിയിട്ടില്ല. കുറച്ച് എണ്ണയും കൂടി എടുക്കായിരുന്നില്ലേ? അയ്യോ, നാളെ ആവട്ടെ. എന്താ ഒരു ആലോചന? വീട്ടുകാര് സ്വൈരം തരുന്നില്ല. ഏത് നേരത്തും ഒരേ പറച്ചില്, കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണമെന്ന്. വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞു. പക്ഷെ മനസ്സിലാവണ്ടേ? അവര് പറയുന്നതിലും കാര്യമില്ലേ, ഒരു പെണ്ണ് വേണ്ടേ? എനിക്ക് നീയില്ലേ? ഈ തുന്നപ്പണി കഴിഞ്ഞില്ലേ? ഇനിയും കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. നിന്റെ അമ്മയും ഇങ്ങനെയായിരുന്നു, സൂചി നൂലും എടുത്ത് ഒറ്റ ഇരിപ്പാ. ഒരു ദിവസം പോലും അച്ഛൻ അമ്മയുടെ കാര്യം പറയാതിരുന്നിട്ടില്ല. മോളെ, ഇന്നലെ രാത്രി ഉറക്കത്തിൽ വന്ന് അവള് ചോദിക്കുക, എന്താ നിന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാത്തതെന്ന്. കുഴപ്പമായോ? അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? പേടിക്കണ്ട, അവനെപ്പോഴാണെങ്കി ഇപ്പൊ ഞങ്ങള് വലിയ കൂട്ടുകാർ. അങ്ങനെയാണോ? വരൂ, ഇരിക്കൂ. അച്ഛൻ എങ്ങനെയുണ്ട്? സുഖാണോ? കരയുന്നുണ്ടോ? അവൻ ഒരു വിഷമമുണ്ട്, നിന്നെ കാണാഞ്ഞിട്ട്. എനിക്കുണ്ട്. ആ, അത് ഇല്ലാണ്ടാക്കാൻ ഒരു വഴി ആലോചിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നേ. മോള് പോയി കുടിക്കാൻ എടുത്തോണ്ട് വാ. കഴിഞ്ഞോ പണി? ആ, എള്ളത്ര ഉണ്ടെന്ന്? അരച്ചാക്ക്. ആ ആ നിക്ക്, ഞാനേ നിന്റെ കല്യാണം ഉറപ്പിക്കാൻ പോയതാ. വൃശ്ചികം 3 നല്ല മുഹൂർത്തമുണ്ട്. വേണ്ട വേണ്ട, 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നെ കൊണ്ടാവൂല. ഒരക്ഷരം മിണ്ടരുത്. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയെന്ന് പറഞ്ഞില്ലേ? എന്നാ അച്ഛൻ തന്നെ പോയി കഴിച്ചോ. എന്താ പറഞ്ഞ? ആ, ഇത് ഞാൻ കൊടുത്ത വാക്കാ, അത് നടന്നില്ലേ പിന്നെ ഞാൻ ജീവിച്ചിരിക്കല. ഈ ഉമ്മർത്ത് തൂങ്ങി ഞാൻ.
എന്താ നീ ഇവിടെ ചെയ്യണേ? കാളയ്ക്ക് വൈക്കോൽ കൊടുക്കണ്ടേ? ഇങ്ങനെ ഒരു മുരടൻ ഒരു പെണ്ണവിടെ കാത്തിരിക്കണില്ലേ? ഇരുന്നിരുന്ന് മടുത്തു. എവിടെയായിരുന്നു ഇത്ര നേരം? എനിക്ക് നേരത്തെ ഉറങ്ങുന്ന ശീല. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. നേരത്തെ ഉറങ്ങിക്കൂടായിരുന്നോ? ഉറങ്ങിയ പിന്നെ ഉരുട്ടി വിളിച്ചാലും ഞാൻ അറിയില്ല. പാല് എനിക്ക് വേണ്ട. എനിക്കും തീരെ ഇഷ്ടമല്ല. പിന്നെ അമ്മ പറഞ്ഞിട്ട് എടുത്തതാ. വാതിലടക്കണ്ടേ? ഉം. ഏ ഞാൻ ഉറങ്ങിക്കോട്ടെ. ലീലേ, നീ എന്താ തിരിച്ചു പോന്നേ? വേറെയും കടവുണ്ടല്ലോ, ഞാൻ അപ്പുറത്ത് പൊയ്ക്കോളാം. അതെന്തിനാ എന്നും നീ ഇവിടെ അലക്കുന്നേ? ആ എന്നൊരു പോലാണോ? എന്താ എന്താ നിനക്ക്? ഓ ഒന്നുമില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. പല്ലുതേപ്പ് കഴിഞ്ഞെങ്കിൽ പോയിക്കൂടെ? അവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ടാവും. ഓ, എന്നെ ആരും കാത്തു നിൽക്കില്ല. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലാന്ന് തോന്നുന്നല്ലോ. ഞാനോ? കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. വെള്ളച്ചില്ല, എനിക്കറിയില്ലേ. വെറുതെ കള്ളൊന്നും പറയണ്ട എന്നോട്. ഞാനും തൊടുക പോലും ചെയ്തില്ല. നിന്നാണ് സത്യം. എന്തേ അവള് തൊടാൻ സമ്മതിച്ചില്ലേ? വലിയ സുന്ദരിയാണെന്നാണല്ലോ കേട്ടത്. ഓ, സുന്ദരി. തൊലി വെളുത്താ സുന്ദരിയാവൂ? പിന്നെ എന്താ വേണം? എനിക്കറിഞ്ഞൂടാ. ഞാൻ പോവാ. കള്ള